സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചരടുവലികൾ സജീവമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എവിടെയൊക്കെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടോ അദ്ദേഹം? അമൃത സൈഫ്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ UDFന്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്, കടന്നു വരൂ എന്നുള്ളൊരു സന്ദേശമാണ്, ഒരു ആഹ്വാനമാണ് അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കേരള കോൺഗ്രസിനെ എമ്മിനെ UDFലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചില ചർച്ചകൾ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലൊക്കെ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാരുമായി ചില ഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പിണങ്ങിയപ്പോൾ, ഇടഞ്ഞപ്പോൾ, ഏറ്റവും ഒടുവിൽ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂളുകളിലെ വിഷയത്തിലടക്കം അത്തരം ചില ഭിന്നതകൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ കേരള കോൺഗ്രസിനെ ഇവിടേക്ക് തിരികെ എത്തിക്കാൻ, UDFലേക്ക് തിരികെ എത്തിക്കാനുള്ള ചില നടപടികൾ, ചില നീക്കങ്ങളൊക്കെ ചില കോണുകളിലായി നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി കോൺഗ്രസിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പലയിടങ്ങളിലായി ചർച്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് UDFലേക്ക് തിരികെ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. ആ ഒരു വിഭാഗത്തെ എങ്കിലും UDFലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളൊരു തന്ത്രമാണ് UDF ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. പ്രത്യേകിച്ച് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, പത്തനംതിട്ടയും അടക്കമുള്ള ജില്ലകളിൽ വളരെ നിർണായകമായ ശക്തി തന്നെയാണ് കേരള കോൺഗ്രസ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കൃത്യമായി UDF തിരിച്ചറിയുകയും ചെയ്തതാണ്. പല അവരുടെ കൈവശമുണ്ടായിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് UDFൽ ഒരു ധാരണയായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പല കോണുകളിൽ നിന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പക്ഷേ ആരുമായിട്ടാണ് അത്തരം ചർച്ചകൾ നടക്കുന്നത്, അത്തരം രഹസ്യ ചർച്ചകൾ നടക്കുന്നതെന്ന് താനിപ്പോൾ തുറന്നു പറയുന്നില്ല. അത് പറയേണ്ട സമയമാകുമ്പോൾ നിങ്ങളെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ചില ഒരുപക്ഷെ ചില പൊട്ടിത്തെറികൾക്കോ ഭിന്നതകൾക്കോ ഒക്കെ വഴിവെച്ചേക്കാം, അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കൃത്യമായ ആളുകളുടെ പേര് പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് CPI അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് LDFലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI. ആ CPIക്ക് നേരെ വലയെറിയുകയാണ് UDF എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് CPIയിലെ ചില ആളുകൾക്ക്, ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. UDF അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ മുന്നിലും പിന്നിലും നിന്ന് പരിശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സ്വാഭാവികമായും ആ ഒരു സ്നേഹം ഇപ്പോഴും CPIയിലെ ആളുകൾക്ക് ഞങ്ങളോടുണ്ട്. അതുകൊണ്ട് CPIയുടെ നേതാക്കളുമായി പോലും ചില രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്, ചില ആശയവിനിമയങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അത് ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചിരുന്നു, CPIയുടെ പ്രധാനപ്പെട്ട പ്രമുഖരായ നേതാക്കളുമായിട്ടാണോ അത്തരം ചർച്ചകൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഉയർന്ന നേതാക്കളുമായിട്ടല്ല, അതിൽ താഴെയുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി ചില ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവരൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. CPIക്ക് വേണ്ടി ഞങ്ങൾ UDFന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് UDFന്റെ കൺവീനർ. കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും UDFലേക്ക് സുസ്വാഗതം എന്നാണ് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ CK ജാനുവിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളോട് അദ്ദേഹം ആ വാർത്തകൾ പൂർണ്ണമായി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ CK ജാനു UDF പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടേക്ക് ഒരു അപേക്ഷ നൽകിയിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സുനിൽ, വ്യക്തമാണ്. എന്തായാലും അമൃത, വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് അടൂർ പ്രകാശ് സുനിലിനോട് നടത്തിയിരിക്കുന്നത്.